ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 283 ദിവസം. സൂറത്തുൽ ബഖറ 277. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി വഅഖാമുസ്സലാത വആതൗസ്സകാത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നാൽ സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്തവരുണ്ടല്ലോ, അവർക്ക് അവരുടെ പ്രതിഫലം അവരുടെ രക്ഷിതാവിങ്കലുണ്ട്. അവർ ഭയപ്പെടാനോ ദുഃഖിക്കാനോ ഇടയാകുന്നതല്ല. അള്ളാഹു നൽകിയ സമ്പത്ത് നന്ദിപൂർവം അള്ളാഹുവിന് തൃപ്തികരമായ രീതിയിൽ ചെലവഴിക്കുന്നതിന് പകരം നന്ദികെട്ടവരും കൊടുംപാപികളുമായ പലിശ ഭോജികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം സത്യവിശ്വാസികളെയും സൽക്കർമ്മചാരികളെയും കുറിച്ച സന്തോഷവാർത്ത അറിയിക്കുകയാണിവിടെ. ഒരാളുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് പരലോകത്തോടു കൂടിയാണ്. ജനനം മുതൽ മരണം വരെയാണ് ജീവിതമെന്നത് സന്മാർഗം സിദ്ധിക്കാത്തവരുടെ മിഥ്യാധാരണയാണ്. ഈ ലോകത്ത് പിറന്നു വീഴുന്നതിന് മുമ്പേ തന്നെ മനുഷ്യനുണ്ട്. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും മനുഷ്യന് ജീവിതമുണ്ട്. ഈ ലോകത്ത് ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യന് പരീക്ഷണത്തിൻ്റെ ശരിയായ ഫലം ലഭിക്കുക പരലോകത്ത് വെച്ചാണ്. ആദ്യം വേണ്ടത് അള്ളാഹുവിലുള്ള ഈമാനാണ്. അത് അള്ളാഹുവെ കാണാതെ തന്നെ അവനിൽ വിശ്വസിക്കലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലും പ്രതീക്ഷ അവനിൽ മാത്രമാക്കലുമാണ്. അതിനെ തുടർന്ന് വിശ്വസിക്കാൻ അള്ളാഹു പറഞ്ഞതിലെല്ലാം വിശ്വസിക്കലാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രത്യക്ഷ തെളിവുകളാണ് തുടർന്ന് പറഞ്ഞ നമസ്കാരവും സക്കാത്തും സൽക്കർമ്മങ്ങളും. അതിലെല്ലാം മാർഗദർശനം നൽകുന്നവൻ അള്ളാഹു തന്നെ. നമസ്കാരം എങ്ങനെ എന്ന് പഠിപ്പിച്ചതുപോലെ സക്കാത്തും സൽക്കർമ്മങ്ങളും അവൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഇല്ല. അത് അങ്ങനെ തന്നെ തൃപ്തിപ്പെട്ട് അനുസരിക്കുകയാണ് വേണ്ടത്. അത്തരക്കാർക്ക് യാതൊന്നും ഭയപ്പെടാനോ ദുഃഖിക്കാനോ ഇല്ല. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.